60 ഡേയ്സിലെ 15 kg വെയിറ്റ് ലോസ് വരുത്താൻ ഞാൻ ചെയ്ത 6 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയണ്ടേ? ആദ്യത്തെ കാര്യം എന്തായിരുന്നു? 75 ഹാർട്ട്. വെൽക്കം ടു ഡേ 31 ഓഫ് 75 ഹാർട്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ നമ്മുടെ ഡയറ്റ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഡയറ്റ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കാർണിവോർ എന്ന് പറയുന്ന ഡയറ്റിംഗ് മെത്തേഡിലേക്ക് ചേഞ്ച് ചെയ്തു. കാർണിവോർ എന്താണ്? ഞാൻ ഓൺലി അനിമൽ പ്രൊഡക്ട്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. വെജിറ്റബിൾ ഇല്ല, കാർബ്സ് ഇല്ല, സ്റ്റാർച്ച് ഇല്ല, ഒന്നുമില്ല. ഓൺലി അനിമൽ ബേസ്ഡ് പ്രൊഡക്ട്സ്, മീറ്റ്, എഗ്സ്, ഫിഷ്, ഡയറി, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. ഇപ്പം എന്താ സംഭവിക്കുക? എൻ്റെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറഞ്ഞു, വാട്ടർ ലോസ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഒരുപാട് വെയിറ്റ് എൻ്റെ ബോഡിയിൽ നിന്ന് കളഞ്ഞു. അനാവശ്യമായി ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടായിരുന്ന വാട്ടർ ലോസാണ് നഷ്ടമായത്. ആവശ്യമുള്ള വെള്ളമല്ല, ആവശ്യമില്ലാത്ത ബോഡിയിൽ തങ്ങി നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും കുറയാൻ തുടങ്ങി. ഇൻഫ്ലമേഷൻ കുറഞ്ഞപ്പോൾ തന്നെ എൻ്റെ സൈസ് ചെറുതായി. ഞാൻ 2XL നിന്നും XLലേക്ക് എത്തി. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി. എൻ്റെ എനർജിയിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടായത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വർക്ക് ചെയ്ത് 8 hours വർക്ക് ചെയ്താൽ തന്നെ എനിക്ക് ഫുൾ ഓൺ എനർജിയാണ്. വർക്കൗട്ടിന് പോയാലും അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പോലും, വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പോലും ഞാൻ ടയർഡല്ല. കാരണം ഇപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറഞ്ഞു, അനാവശ്യമായി കെട്ടിക്കിടന്ന വെള്ളം നഷ്ടമായി. പിന്നെ എനിക്ക് ക്രേവിങ്സ് ഇല്ല, എൻ്റെ ഷുഗർ സ്പൈക്സ് ഇല്ലാതായി. എനിക്ക് ക്രേവിങ്സ് ഇല്ലാത്തതുകൊണ്ട് അനാവശ്യമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ എപ്പോഴും നമ്മൾ ഫുള്ളാണ്. നമ്മൾ കഴിക്കുന്നത് എന്താണ്? പ്രോട്ടീൻ ആൻഡ് ഗുഡ് ഫാറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കീറ്റോസിസിലാണ്, ഫാറ്റ് ബേണിങ്ങിലാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാരണം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആയിരുന്നു. ആ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി റെഡ്യൂസായി എൻ്റെ HbA1c 5.4 താഴേക്ക് വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇല്ലേ അപ്പോൾ എൻ്റെ ബോഡി ഫാറ്റ് പുട്ട് ഓൺ ചെയ്യുന്നില്ല, ഫാറ്റ് ഗെയിൻ ആവുന്നില്ല. അതേസമയം ഞാൻ കീറ്റോസിസിലായതുകൊണ്ട് ഫാറ്റ് ലോസും സംഭവിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് 15 kg ഇത്ര കുറഞ്ഞ സമയത്ത്, 60 days എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? ആ 6 കാര്യങ്ങൾ തേർഡ് കാര്യം എന്തായിരിക്കും എന്നറിയാൻ? ആ തേർഡ് കാര്യം അറിയാൻ പ്ലീസ് ഫോളോ മീ.